തൃശൂർ ഒന്നാംകല്ലിൽ 28 വയസ്സുകാരൻ മാധവ് ഫിറ്റ്നസ് പരിശീലകൻ മരിച്ചതിന്റെ കാരണം ഇന്നലെ വ്യാപകമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഈ വാർത്ത കണ്ട എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത്. മാധവിന്റെ മുറി അകത്തു നിന്ന് കുറ്റിയിട്ടിരുന്നു. ഈ മുറിയിൽ മാധവ് കിടന്നിരുന്നത് കട്ടിലിന് താഴെ കമഴ്ന്നാണ് കിടന്നിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അസ്വാസ്ഥ്യം വന്ന് താഴേക്ക് വീണതായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇൻക്വസ്റ്റ് നടത്തിയ സമയത്ത് യാതൊരു തരത്തിലുള്ള പരിക്കുകളും ഈ ശരീരത്തിൽ ഇല്ല. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം? ഇൻക്വസ്റ്റിലും മനസ്സിലായില്ല. ഇനി പാമ്പ് കടിയേറ്റതാണോ എന്നുള്ളൊരു സംശയം ആദ്യം വന്നു. അപ്പോൾ പാമ്പ് കടിയേറ്റത്തിന് യാതൊരു ലക്ഷണങ്ങളുമില്ല. പിന്നെ മുഖത്ത് നീല നിറമുണ്ടായിരുന്നു. അതൊരുപക്ഷെ ഇങ്ങനെ മരിക്കുമ്പോൾ ബ്ലഡ് ഒരു സ്ഥലത്തേക്ക് തന്നെ വന്ന് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്തും ഹൃദയത്തിൽ എവിടെയും ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്ക്, സാധാരണ ഹൃദയാഘാതം വന്ന് മരിക്കുന്ന ആളുകളുടെ പോസ്റ്റ്മോർട്ടം പരിശോധിക്കുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാം ഇതുപോലെ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഹൃദയധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ ഇവിടെ അതും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് ഹൃദയം നിലച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം അപ്പോൾ അറിയാൻ വേണ്ടി ഇനി രാസപരിശോധനയ്ക്ക് ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾ അയച്ചിരിക്കുകയാണ്. അപ്പം ഈ യുവാവിൻ്റെ മുറി ഇന്നലെ പരിശോധിച്ച സമയത്താണ് ഇതുപോലെ ശരീര സൗന്ദര്യ മത്സരത്തിന് പോകുന്നവരെല്ലാം തന്നെ മസിൽ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയും അതിൻ്റെ കൂടുതൽ ഒരു പെർഫെക്ഷന് വേണ്ടി പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകളും സ്റ്റീറോയിഡുകളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ജർമ്മൻ നിർമ്മിത മരുന്നുകളുടെ ഒരു ശേഖരമാണ് യുവാവിൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇത് ഈ മത്സരത്തിൽ പോകുന്നതിന് മുമ്പ് ജനുവരിയിൽ മത്സരം വരുന്നുണ്ട്. ആ മത്സരത്തിന് പോകുന്നതിന് മുമ്പ് കഠിനമായ പരിശീലനം നടത്തിയിരുന്നു. ആ പരിശീലനത്തോടൊപ്പം ഇത്തരം മരുന്നുകളും ഉപയോഗിച്ചിരിക്കാം എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം.